Hi, welcome to NREA. SSC നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ CGL എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് SSCയുടെ തന്നെ ഏറ്റവും ടോപ്പ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനി വരാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു എക്സാം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ SSCയുടെ കലണ്ടർ വെച്ച് പറയുകയാണെങ്കിൽ ആ ഒരു എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഒക്ടോബർ ആ ഒരു സമയത്താണ്, സെപ്റ്റംബർ ഒക്ടോബറിലാണ് കൊടുത്തിരിക്കുന്നത്. മോസ്റ്റ്ലി എക്സാം നമുക്ക് വരാൻ പോകുന്ന ഒക്ടോബർ ആ ഒരു സമയത്തായിരിക്കും. ഇലക്ഷൻ കാരണം കുറച്ചുകൂടി ഒന്ന് ഡിലേ ആയിട്ട് ഒക്ടോബർ നവംബർ ആ ഒരു സമയത്തായിരിക്കും മിക്കവാറും എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഓൾമോസ്റ്റ് ഒരു 120 ഡേയ്സോളം ആണ് നമുക്ക് ഏകദേശം പ്രിപ്പറേഷന് വേണ്ടി ഏറ്റവും മിനിമം നോക്കിക്കഴിഞ്ഞാൽ നമുക്കുള്ളത് നമ്മുടെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ നമുക്ക് ഈ 4 മാസം എന്തായാലും കിട്ടും. ഇതുകൂടാതെ ഒക്ടോബറിലായിരിക്കും മിക്കവാറും എക്സാം തുടങ്ങുന്നത്. സോ നമുക്ക് ഒരു 120+ ഡേയ്സ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ഒരു അപ്ഡേറ്റ് നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മുടെ SSC CGLൻ്റെ എക്സാമിൻ്റെ വേക്കൻസി നിങ്ങൾക്കറിയാം. സാധാരണ നമ്മുടെ SSCയുടെ CGLൻ്റെ എക്സാം ഒക്കെ വരുന്ന സമയത്ത് യൂഷ്വലി വിളിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 6,000 വേക്കൻസിക്കാണ് എപ്പോഴും വിളിക്കുന്നത്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി വന്നൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വേരിയസ് RTI ഒക്കെ ഫയൽ ചെയ്ത് അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് കറൻ്റ്ലി നമ്മുടെ വരാൻ പോകുന്ന SSC CGLന് 10,000+ വേക്കൻസിക്കാണ് വിളിക്കാൻ പോകുന്നത് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് RTI വഴിയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ഇപ്പം. അപ്പോൾ മേ ബി നമ്മുടെ നോട്ടിഫിക്കേഷൻ വരാനാകുമ്പോഴത്തേന് ഇനി ബാക്കി റിപ്പോർട്ട് ആവാനുള്ള വേക്കൻസി കൂടി ചേർന്നിട്ട് അതിനേക്കാളും നല്ലൊരു വേക്കൻസി, ഓക്കെ, നമുക്ക് 10,000+ അതിനേക്കാളും നല്ലൊരു വേക്കൻസി ആയിരിക്കും മിക്കവാറും പുറത്ത് വരാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഒരു SSC CGLൻ്റെ എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇതിലുള്ള പോസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ഗസറ്റഡ് റാങ്ക് തൊട്ട് താഴെയിട്ടുള്ള ഒരുപാട് പോസ്റ്റുകളാണ് വരുന്നത്. ഇഷ്ടംപോലെ പോസ്റ്റുകളുണ്ട്. വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അണ്ടറിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചിലതൊന്ന് എടുത്തു പറയുവാണെങ്കിൽ CBI, അതുപോലെ NIA, ഇൻകം ടാക്സ്, അങ്ങനെയൊക്കെയുള്ള വളരെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ്സ് ആണ് നമ്മൾ SSC CGL എക്സാം വഴി ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. ബിക്കോസ് അത്യാവശ്യം 120 ഡേയ്സോളം നമുക്കവിടെ ഏറ്റവും മിനിമം കിട്ടുന്നുണ്ട് Tier 1 എക്സാം വരെ. അത് കഴിഞ്ഞ് പിന്നെ അതിന് ശേഷം പിന്നെ ഒരു 1-1.5 മാസം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അവിടെ Tier 2 വരുന്നത്. നമ്മുടെ Tier 1 കംപ്ലീറ്റ് ആയതിനു ശേഷം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് Tier 2 വേണ്ടി നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും മിനിമം നമുക്ക് ഒരു 6 മന്ത്സോളം അവിടെയും കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സമയം എടുത്ത് ഒന്ന് പ്രോപ്പർലി പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എക്സാംസ് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, നമ്മുടെ ഇംഗ്ലീഷ് ആൻഡ് ജനറൽ അവയർനെസ്. ഈ ഒരു ഏരിയാസ് ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത് Tier 1 ആയാലും Tier 2 ആയാലും. ഇനി Tier 2ലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ എന്താ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ചെറിയൊരു ക്വാളിഫയിങ് ഏരിയ ആയിട്ടുള്ള ഒരു ചെറിയൊരു പോർഷൻ കൂടി വരുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ സ്കിൽ ടെസ്റ്റ്, ടൈപ്പിംഗ് ടെസ്റ്റ് ആണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഈ നമ്മുടെ Tier 1 Tier 2 സിലബസ് അപ്പോൾ എങ്ങനെയാണ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. വലിയൊരു വ്യത്യാസമൊന്നും വരുന്നില്ല. ചെറിയ 1-2 ടോപ്പിക്കിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ. ബട്ട് അതർവൈസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ക്വസ്റ്റിൻ്റെ ലെവലിൽ മാത്രം ചെറുതായിട്ടൊന്ന് വേരി ചെയ്യും. അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് Tier 1 Tier 2 ഒരേപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ അങ്ങനെയാണ് ചെയ്ത് പോകേണ്ടത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിംഗ് തൊട്ട് പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ തൊട്ട് തന്നെ നിങ്ങൾ ആ ഒരു പ്രിപ്പറേഷനിൽ Tier 1 Tier 2 ഒരുമിച്ചായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു വേക്കൻസീസ് ഇപ്പം പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ആ ഒരു വേക്കൻസി ഇമ്പോർട്ടൻ്റ്, ആ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു സെഷൻ്റെ എയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ ഇനി അത്യാവശ്യം സമയമുണ്ട്. അപ്പോൾ ഉടനെ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു സമയത്തിനകത്ത് നല്ലപോലെ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി നിങ്ങൾ വരെ അറിയിക്കണമായിരുന്നു. അപ്പം ഇപ്പം പാസ് ഔട്ട് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നേരത്തെ തൊട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ഒരു എക്സാം അല്ല ഇത്. ആർക്ക് വേണമെങ്കിലും ഇപ്പം പാസ് ഔട്ട് ആയി ഇറങ്ങുന്ന ഒരുപാട് ഫ്രഷേഴ്സ് ആണ്. അവർക്കായാലും അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു എക്സാമാണ്. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാനിപ്പം പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ എന്നൊരു ആംഗിൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് സമയമുണ്ട്. ഒന്ന് നല്ലൊരു ഫോക്കസ് ചെയ്താൽ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇവിടേക്ക് വരുമ്പം നമ്മൾ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഇതൊന്ന് പഠിച്ച് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഒരു സെൽഫ് പ്രിപ്പറേഷനൊക്കെ വേണ്ടിയുള്ള ഒരു സ്റ്റഡി പ്ലാൻ അത് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ചാനലിൽ ചെന്ന് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് അവിടെ നിന്ന് കാണാവുന്നതാണ്. ആൻഡ് ഇതുപോലെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ വഴി വന്നുകൊണ്ടേയിരിക്കും. നോട്ടിഫിക്കേഷൻ വരുമ്പോഴായാലും ശരി, വേറെ എക്സാംസ് വരുമ്പോഴായാലും ശരി. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ചാനൽ ഫോളോ ഇല്ലാത്തവരാണ്, ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ ദാറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് മിസ്സാവാതിരിക്കാൻ. ഇനി നിങ്ങൾ ഫ്രഷേഴ്സൊക്കെ ആണ്, നിങ്ങൾക്കൊരു ബാച്ചിൻ്റെ കൂടെയൊക്കെ ചേർന്ന് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് പ്രോപ്പർ സ്റ്റഡി പ്ലാനും അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇപ്പം ഫ്രഷേഴ്സൊക്കെ ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ എൻട്രിയുടെ സൈഡിൽ നിന്നും ഈ ഒരു SSC CGLന് വേണ്ടിയുള്ള സ്പെഷ്യൽ ബാച്ചുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രിപ്പറേഷന് വേണ്ടി. അപ്പം വളരെ എന്താ പറയുക 5 to 7 years+ ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഈ ഒരു ബാച്ചസ് എല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം
ഏറ്റവും ടോപ്പ് ലെവൽ എക്സാമാണ് നമ്മുടെ SSC CGL എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്കൊക്കെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, നമ്മൾ സെൽഫ് പ്രിപ്പറേഷൻ കൂടാതെ തന്നെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും നമ്മളൊരു ബാച്ചിൻ്റെ കൂടെയൊക്കെ ചേർന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിൾ എൻട്രിയുടെ ഗോൾഡ് ബാച്ചിനെ കുറിച്ച് തന്നെ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡെഫിനറ്റ്ലി റെക്കോർഡ് ക്ലാസ്സസ് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു എത്ര സമയത്തെ ആ ഒരു ബാച്ചാണോ ആ ഒരു ബാച്ചിൽ അത്രയും ദിവസത്തേക്കുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ കാണും. സോ ഡെയിലി എന്താണ് പഠിക്കാനുള്ളത് ആ വീഡിയോസ് ആയിരിക്കും നിങ്ങൾ കിട്ടുന്നത്. അതേപോലെ തന്നെ അന്നത്തെ ദിവസം ചെയ്യേണ്ട ടെസ്റ്റുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4 മന്തിൻ്റെ ഒരു ബാച്ച് ആണെങ്കിൽ ആ 4 മന്തിന് 120 ഡേയ്സിനുള്ള ആ ഒരു 120 ഡേയ്സിൻ്റെ ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് റെക്കോർഡ് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, മോക്ക് ടെസ്റ്റുകൾ, ഡെയിലി ടെസ്റ്റുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന റെക്കോർഡ് ക്ലാസ്സസ് കണ്ടതിന് ശേഷമായിരിക്കും നിങ്ങൾ ലൈവ് ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ലൈവ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ കൂടുതൽ നമ്മൾ പഠിച്ച ഏരിയയുടെ തന്നെ ക്വസ്റ്റൻസ് ആയിരിക്കും നിങ്ങൾ അവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. അഡ്വാൻസ് ക്വസ്റ്റൻസ് ആയിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഓൾറെഡി പഠിച്ച റെക്കോർഡ് ക്ലാസ് വഴി നിങ്ങൾ പഠിച്ച ആ ഒരു ഏരിയ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്യാൻ പറ്റും. പുതിയ ഷോർട്ട് കട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ആ ലൈവ് ക്ലാസ് കിട്ടും. അതിനുശേഷം നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ മെൻറ്റേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ത്രൂ ഔട്ട് നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടും. ഇത് കൂടാതെ തന്നെ നിങ്ങളുടെ ഡെയിലി നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സുകളുടെ ടെസ്റ്റുകളുണ്ടാവും, ആ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ. സോ ആ ഒരു ടെസ്റ്റുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പിലോട്ട് ഫ്യൂച്ചറിലോട്ട് പോകുമ്പോൾ മോക്ക് ടെസ്റ്റുകൾ കാണും. അപ്പോൾ ഇതുവഴി നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ എത്രത്തോളം ആയിട്ടുണ്ട്, നിങ്ങൾ എവിടെ നിൽക്കുവാണ്, ഇനി എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ അനലൈസ് ചെയ്യാനുള്ളൊരു സ്പേസ് കൂടി നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അവിടെ ഒരുപാട് അഡ്വാൻറ്റേജസ് ആണ് നിങ്ങൾക്ക് അവിടെ അഡീഷണൽ ആയിട്ട് വരുന്നത് ഈ ഒരു ബാച്ചസിൻ്റെ കൂടെ ചേർന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എസ്പെഷ്യലി ഫ്രഷേഴ്സൊക്കെയാണ്, ഓർ നിങ്ങളുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സൊക്കെ നിങ്ങൾ ഈ ഒരു എക്സാമിലേക്ക് കൊണ്ടുവരാൻ ലൈക്ക് ഈ ഒരു ഗവൺമെൻറ് ജോബിലേക്കൊക്കെ ഒരു പാത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ബാച്ചിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, ഒരുപാട് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു എക്സാം ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് പോകാതെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ SSC CGL മാത്രമല്ല, നമുക്ക് ഉടനെ തന്നെ വരുന്നൊരു എക്സാം ഉണ്ട് SSCയുടെ MTS. ഒരു 4-5 മാസത്തിൻ്റെ അകത്ത് അതിൻ്റെ പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ആവാറുണ്ട്. നേരത്തെ പോലെ ഒരുപാട് സമയം എടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു CGL വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളെ അവിടെ ഡെഫിനറ്റ്ലി CGLനേക്കാളും വളരെ ലോ ലെവൽ ഒരു എക്സാമാണ് MTS എന്ന് പറഞ്ഞത്. സോ ഉറപ്പായിട്ടും ആ ഒരു എക്സാം എഴുതാനും അതേപോലെ തന്നെ SSCയുടെ വേറെ ഒരുപാട് എക്സാംസ് വിളിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം റെയിൽവേയുടെ എക്സാംസ് വരുന്നുണ്ട്. സോ ആ എക്സാംസിനൊക്കെ തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ അതും ഡെഫിനറ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ, വരായിരിക്കുന്ന ഈ ഒരു CGLൻ്റെ എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ബാച്ചസിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുന്ന എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അപ്പോൾ ഇതേപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ അപ്ഡേറ്റ്സ് നമ്മുടെ ഈ പോസ്റ്റുകളെ കുറിച്ചായാലും CGLൻ്റെ എക്സാം കുറിച്ചായാലും ഇനി വരായിരിക്കുന്ന നോട്ടിഫിക്കേഷനെ കുറിച്ചായാലും ഇതിൻ്റെയൊക്കെ ക്ലിയർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി തന്നുകൊണ്ടേയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. സോ വരുന്ന സെഷൻസിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ്, നമ്മുടെ CGLൻ്റെ എക്സാമിൻ്റെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു.